Hi everyone. നമ്മളിന്ന് സെക്കൻഡ് സെമസ്റ്റർ MSc മാത്തമാറ്റിക്സിൻ്റെ മെഷർ തിയറി എന്നുള്ള പേപ്പറിലെ ഒരു തിയറാണ് പഠിക്കാൻ പോകുന്നത്. ഫാക്ടോസ് ലെമ്മ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിയറാണ്. എല്ലാ കൊല്ലം ചോദിക്കുന്ന ചോദ്യമാണ് ഫാക്ടോസ് ലെമ്മ. അപ്പോൾ എന്താണ് ഫാക്ടോസ് ലെമ്മ നോക്കാം. ഫാക്ടോസ് ലെമ്മ പറയണത് ലെറ്റ് Fn be a sequence of non-negative measurable functions. അപ്പോൾ Fn എന്താണ്? Non-negative measurable functionsൻ്റെ സീക്വൻസ് ആണ്. ഇനി നമുക്ക് തന്നെന്താ, ഇഫ് Fn converges to F point wise almost everywhere. Fn converges to F point wise almost everywhere on E ആണെങ്കിൽ then integral over E F is less than or equal to അല്ല less than or equal to ആണ് limit infimum integral over E Fn. അതായത് integral over E F is less than or equal to limit infimum integral over E Fn. ഇതാണ് നമ്മളെ ഫാക്ടോസ് ലെമ്മ പറയുന്നത്. അപ്പോൾ ഇവിടെ ഫാക്ടോസ് ലെമ്മ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ അസ്യൂം ചെയ്യാൻ പോകുന്ന കാര്യം, നമ്മൾ ആദ്യം എന്തെടുത്തു? Fn converges to F point wise on E എന്നുള്ള കൺസെപ്റ്റ് എടുത്തു. ഫസ്റ്റത്തെ Fn converges to F point wise on E എന്ന് പറഞ്ഞ അർത്ഥം എന്താ? Fn converges to F point wise എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ദാറ്റ് ഈസ് Fn converges to F point wise almost everywhere അല്ലെ. പോയിന്റ് വൈസ് ഒക്കെ കിടന്നോട്ടെ, പോയിന്റ് വൈസ് ഒന്നും നോക്കില്ല. ഓൾമോസ്റ്റ് എവരിവെയർ ആണെങ്കിൽ ഓൺ E എന്ന് പറഞ്ഞ അർത്ഥം എന്താ? Almost everywhere on E means there exists a set E0. E0 എന്നുള്ള സെറ്റ് ഉണ്ടാവും. ഇറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് E. ഇയുടെ സബ്സെറ്റ് ആയിട്ട് E0 എന്നുള്ള സെറ്റ് ഉണ്ടാവും. എന്താ E0ന്റെ പ്രത്യേകത? E0 is equal to the set of all x belongs to E such that Fn of x not converges to f of x. Fn of x f of x കൺവേർജ് ചെയ്യാത്ത എക്സുകളുടെ കളക്ഷൻ. അതിന് E0 എന്ന് പറഞ്ഞാൽ മെഷർ ഓഫ് E0 എന്തായിരിക്കും? 0 ആയിരിക്കും. ഇതാണ് ഓൾമോസ്റ്റ് എവരിവെയറിൻ്റെ കൺസെപ്റ്റ്. Fn converges to F almost everywhere എന്ന് പറഞ്ഞ അർത്ഥം അവിടെ E0 എന്നൊരു സെറ്റ് ഉണ്ടാവും. ആ E0-നകത്ത് Fn ഇങ്ങോട്ട് കൺവേർജ് ചെയ്യില്ല, എഫിലേക്ക് കൺവേർജ് ചെയ്യില്ല. അങ്ങനെയുള്ള E0കളുടെ സെറ്റിൻ്റെ മെഷർ എത്രയാണ്? 0 ആണ്. ഓക്കെ, സോ ദർ എക്സിസ്റ്റ് ആൻ E0 such that measure of E0 is equal to 0. ഇനി ഇപ്പോൾ നമ്മൾ നേരത്തെ ഒരു തിയറം പഠിച്ചു. തിയറം പറഞ്ഞതാണ് if E0 is a subset of E of finite measure. E0 എന്നത് സബ്സെറ്റ് ഓഫ് E ആണ് വിത്ത് മെഷർ 0. മെഷർ 0 ആയ സെറ്റാണ് E0 എങ്കിൽ then ഇന്റഗ്രൽ ഓവർ F നമുക്ക് എങ്ങനെ എഴുതാം? ഇന്റഗ്രൽ ഓവർ E മൈനസ് E0 F എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, അതായത് ഇന്റഗ്രൽ ഓവർ E ആയാലും ഇന്റഗ്രൽ ഓവർ E മൈനസ് E0 ആയാലും ഇന്റഗ്രലിന്റെ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. എപ്പോൾ? മെഷർ ഓഫ് E0 0 ആയാൽ. അപ്പോൾ നമ്മളിവിടെ എന്ത് പറഞ്ഞു? Fn converges to F almost everywhere on E ആണെങ്കിൽ എല്ലായിടത്തും Fn എന്ത് ചെയ്യില്ല? എഫിലേക്ക് കൺവേർജ് ചെയ്യില്ല. Fn converges to F on E അല്ല അല്ലേ. എവിടെ ഉണ്ട്? ഓൾമോസ്റ്റ് എവരിവെയർ എന്ന് പറഞ്ഞാൽ അവിടെ കൺവേർജ് ചെയ്യാത്ത എക്സുകൾ ഉണ്ട്. അതിൻ്റെ മെഷർ എത്രയാണ്? 0 ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രൂവ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ EF എന്നാണ്. അപ്പോൾ അവിടെ നമുക്ക് എന്താവശ്യമില്ല? ഈ ഓൾമോസ്റ്റ് എവരിവെയർ എന്നുള്ള കൺസെപ്റ്റ് നമുക്ക് എടുക്കണം എന്നില്ല. നമുക്ക് എന്ത് സപ്പോസ് ചെയ്യാം? വി ക്യാൻ സപ്പോസ് ദാറ്റ് Fn converges to F point wise on all x belongs to E. ഈക്കകത്ത് എല്ലാ എക്സിലും Fn എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. കാരണം അവിടെ കൺവേർജ് ചെയ്യാത്ത സെറ്റുകളുടെ മെഷർ എത്രയാണ്? 0 ആണ്. പക്ഷെ അവരുടെ ഇൻ്റഗ്രൽ വാല്യൂ എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇൻ്റഗ്രൽ വാല്യൂ സെയിം ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? Fn converges to F പോയിന്റ് വൈസ് ഓൺ ഓൾ E എന്ന് എടുക്കാൻ പറ്റും. ഓക്കെ, അതാണ് നമ്മൾ ഫസ്റ്റ് നമ്മൾ പറയണത്. ഓക്കെ, ദാറ്റ് ഈസ് ഈ ഇതിനാണ് നമ്മൾ 15 ഇക്വേഷൻ നമ്പർ 15 എന്ന് കൊടുത്തുള്ളത്. അപ്പോൾ ഇൻ വ്യൂ ഓഫ് ഇക്വേഷൻ 15 by possibly excising from E a set of measure 0 ആയുള്ള ഒരു സെറ്റ് E എന്ന് ഒഴിവാക്കിയാലും we assume that the point wise convergence is on all of E. ഈക്കകത്ത് മൊത്തം പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെന്ന് പറയാൻ പറ്റും. ഇനി നമ്മൾ സപ്പോസ് ചെയ്യാൻ പോണത്,
നമുക്കറിയാം എഫ് എൻ കൺവേർജസ് ടു എഫ് ആണ് അല്ലേ. എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ്. ഇനി ഓൾമോസ്റ്റ് ഇവർ പറയേണ്ട ആവശ്യമില്ല, കാരണം ഈ കകത്ത് മൊത്തം ഉണ്ടെന്ന് പറയാം. ഇനി ഈ കകത്ത് ഇല്ലെങ്കിൽ തന്നെ അതിന് ഇൻ്റഗ്രേഷൻ എന്തായിരിക്കും, സെയിം ആവും. അപ്പോൾ നമ്മൾ ഈ കകത്ത് മൊത്തം പോയിന്റ് വൈസ് കൺവേർജൻ്റ് ആണെന്ന് അസ്യൂം ചെയ്യാം. നമുക്കറിയാം എഫ് എൻ എന്താണ്, എഫ് എൻ ഈസ് നോൺ നെഗറ്റീവ്, അല്ലെങ്കിൽ എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ് അല്ലേ. എഫ് എൻ നോൺ നെഗറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റും എന്തായിരിക്കണം, വിച്ച് ഇംപ്ലൈസ് എഫ് ഈസ് ഓൾസോ നോൺ നെഗറ്റീവ് അല്ലേ. എഫ് എൻ്റെ സീക്വൻസ് ആണ്. അപ്പോൾ സീക്വൻസിൻ്റെ ലിമിറ്റ്, സീക്വൻസ് എല്ലാ ടേമും നോൺ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ ലിമിറ്റും എന്തായിരിക്കും, നോൺ നെഗറ്റീവ് ആയിരിക്കും. പിന്നെ നമുക്ക് തന്നിട്ടുണ്ട് എഫ് എൻ എന്താണ്, മെഷറബിൾ ആണ്. അപ്പോൾ എഫ് എന്തായിരിക്കണം, മെഷറബിൾ. സോ എഫ് ഈസ് എ മെഷറബിൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ. എഫ് എന്താണ്, മെഷറബിൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ ആണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്, എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൾമോസ്റ്റ് എവരിവർ ഓൺ ഇ എന്നുള്ളത് മാറ്റിയിട്ട് നമുക്ക് എന്ത് പറയാം, എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഓൾ ഓഫ് ഇ എന്ന് പറയാം. ഈ കത്ത് മൊത്തം പോയിന്റ് വൈസ് കൺവേർജൻ്റ് എന്ന് പറയാം. കാരണം ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എഫ് എന്ന് പറഞ്ഞാലും ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എന്ന് പറഞ്ഞാലും സെയിം വാല്യൂ ആണ് വരിക. പിന്നെ നമ്മൾ എഫ് എൻ കൺവേർജസ് ടു എഫ് പോയിന്റ് വൈസ് ഓൺ ഇ ആണ്. എഫ് എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയതുകൊണ്ട് എഫും ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കും. എഫ് എൻ നോൺ നെഗറ്റീവ് ആയാൽ എഫും നോൺ നെഗറ്റീവ്. എഫ് എൻ മെഷറബിൾ ആയതുകൊണ്ട് എഫും മെഷറബിൾ. ഓക്കെ, ദെൻ അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ, നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യുള്ളത്. ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ ആണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ എഫ് എന്നൊരു നോൺ നെഗറ്റീവ് ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുക. ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് ഇസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് the set of all integral over E H where H is bounded function of finite support ആയിരിക്കണം and 0 less than or equal to H less than or equal to F on E. E എന്ന സെറ്റിനകത്ത് 0 less than H less than F ആവുകയും H ബൗണ്ടഡും ഫൈനൈറ്റ് സപ്പോർട്ടും ഉള്ള സെറ്റ് ആണെങ്കിൽ അങ്ങനെയുള്ള ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ സുപ്രീമമാണ് ഇൻ്റഗ്രൽ ഓവർ എഫ്. അപ്പോൾ ഈ ഫൈനൈറ്റ് സപ്പോർട്ട് എന്താ നമ്മൾ പറഞ്ഞു. എന്താ ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇക്കകത്ത് എച്ച്, ഇക്ക് പുറത്ത് എന്തായിരിക്കും, ഈ കോംപ്ലിമെൻറ്റിനകത്ത് എച്ച് എന്തായിരിക്കും, ഈക്വൽ ടു 0. എച്ച് വാനിഷ് ഔട്ട്സൈഡ് ഇ, അതിനാണ് നമ്മൾ ഫൈനൈറ്റ് സപ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫൈനൈറ്റ് സപ്പോർട്ടുള്ള 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എഫ് ആയ ബൗണ്ടഡ് ഫംഗ്ഷൻസിൻ്റെ ഇൻ്റഗ്രലിൻ്റെ സുപ്രീമമാണ് ഇൻ്റഗ്രൽ ഓവർ ഈ എഫ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നമുക്ക് എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ്. ഇത് പ്രൂവ് ചെയ്യുന്നതിന് പകരം നമുക്ക് എന്ത് ചെയ്താൽ മതി, ഇഫ് എച്ച് ഈസ് ബൗണ്ടഡ് ആൻഡ് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓൺ ഇ ആണെങ്കിൽ എന്ത് പ്രൂവ് ചെയ്താൽ മതി, ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ. ഓക്കെ, അപ്പോൾ എച്ച് ബൗണ്ടഡും ഫൈനൈറ്റ് സപ്പോർട്ടും ഉള്ള 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എഫ് എന്ന സെറ്റ് ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എച്ച് ഈസ് ലെസ് ദാൻ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എന്ന് പ്രൂവ് ചെയ്താൽ മതി. കാരണം എന്തുകൊണ്ടാ, ഇങ്ങനെയുള്ള ഫംഗ്ഷൻസിൻ്റെ സുപ്രീമമാണ് ഇൻ്റഗ്രൽ എഫ്. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ എച്ചിൻ്റെ സുപ്രീമമാണ്. അപ്പോൾ സുപ്രീമം ഒഴിവാക്കി അതെന്തായിരിക്കും, കുറച്ചുകൂടി ചെറുതാവും. അപ്പോൾ ഇത് പ്രൂവ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്ത് കിട്ടും, നമ്മളെ തിയറം പ്രൂഫായി. അപ്പോൾ ഇനി നമ്മൾ ഏത് മാത്രമേ പ്രൂവ് ചെയ്യുള്ളൂ, we have to prove that if H is bounded function of finite support, H എന്നത് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ആണ് ആൻഡ് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് ഓൺ ഇ, ദെൻ ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ. അപ്പോൾ ഇതാണ് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരു പേര് കൊടുത്തു, ഇക്വേഷൻ 1. ഇനി അതാണ് പറഞ്ഞത്, ടു വെരിഫൈ ദ ഇൻഇക്വാലിറ്റി, ദാറ്റ് ഇസ് തിയറത്തിലുള്ള ഇൻഇക്വാലിറ്റി പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്
it is necessary and sufficient to show that if H is any bounded measurable function of finite support for which 0 less than equal to h less than equal to f on E, then we have to prove that integral over E h less than equal to limit infimum integral over Fn. അപ്പോൾ ഈ തിയറം ഈ ഇൻഇക്വാളിറ്റി നമുക്ക് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇതിനിവിടെ നമ്പർ 17 ആണ് കൊടുത്തിട്ടുള്ളത്. ടെക്സ്റ്റ് അതേപോലെ കൊടുത്താണ് 17 ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ 17 നമ്മൾ എന്ത് ചെയ്താൽ മതി, പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെടുത്തു, ലെറ്റ് എച്ച് ബി സച്ച് ഫംഗ്ഷൻ. എച്ച് എന്നത് സച്ച് ഫംഗ്ഷൻ ആണ്. എച്ച് സച്ച് ഫംഗ്ഷൻ എന്ന് പറഞ്ഞ അർത്ഥം എന്താ, എച്ച് എന്തൊക്കെ ആയിരിക്കണം, ബൗണ്ടഡ് ആവണം, ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട് ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ്. ഈ 3 കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. എച്ച് ബൗണ്ടഡ് ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്, 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എഫ് ഓൺ ഇ. ഇത് രണ്ടും ആണെങ്കിൽ നമുക്ക് പറയാം എച്ച് എന്നൊരു ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. ഓക്കെ, ഇനി എച്ച് നമുക്ക് തന്നിട്ടുണ്ട്, എച്ച് ഈസ് ബൗണ്ടഡ്. എച്ച് ബൗണ്ടഡ് എന്ന് പറഞ്ഞ അർത്ഥം എന്താ, ദർ എക്സിസ്റ്റ് ആൻ എം ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഒരു പോസിറ്റീവ് എം ഉണ്ടാവും. എന്താ പ്രത്യേകത, മോഡ് എച്ച് ഈസ് ലെസ് ദാൻ ഈക്വൽ ടു എം ഓൺ ഇ. അല്ലേ, ഇക്കകത്ത് നമുക്ക് എന്ത് പറയാൻ പറ്റും, മോഡ് എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. അപ്പോൾ എന്തിനാണ് മോഡ് എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എം ഓൺ ഇ എന്ന് പറഞ്ഞത്? എച്ച് ബൗണ്ടഡ് എന്ന് പറഞ്ഞാൽ ആറിനകത്ത് മൊത്തം പറയാം. പക്ഷെ നമുക്ക് ആകെ എന്തേ ഉള്ളൂ, ഇ ഉണ്ട്, ഈ കോംപ്ലിമെൻറ്റും ഉണ്ട്. അല്ലേ, ഇക്കകത്ത് എച്ച് ബൗണ്ടഡ് നമ്മൾ എടുത്തു. ഈ കോംപ്ലിമെൻറ്റിനകത്ത് എന്താ, എച്ച് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ഫൈനൈറ്റ് സപ്പോർട്ട്. അപ്പോൾ ഈ കോംപ്ലിമെൻറ്റിനകത്ത് എച്ച് എപ്പോഴും എന്തായിരിക്കും, എച്ച് ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഈ കോംപ്ലിമെൻറ്റിൻ്റെ കേസ് പറയേണ്ട ആവശ്യമില്ല, ഇക്കകത്ത് പറഞ്ഞാൽ മതി. അപ്പോൾ ഇക്കകത്ത് ഫംഗ്ഷൻ എന്താണ്, ബൗണ്ടഡ് ആണ്. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞത്. ചൂസ് an m greater than or equal to 0 for which mod h less than equal to m on E, because h is bounded on E. h bounded ആയതുകൊണ്ട് we can say that there exists an m such that mod h less than equal to m. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, E naught എന്നുള്ള സെറ്റ് എടുക്കുകയാണ്. ലെറ്റ് E naught is equal to set of all x belongs to E such that h of x not equal to 0. അപ്പോൾ നമ്മൾ നേരത്തെ തുടങ്ങിയപ്പോൾ ഒരു ഇ നോട്ട് എടുത്തിരുന്നു. ആ ഇ നോട്ട് അല്ല ഇത് കേട്ടോ. അവിടെ നമ്മൾ ഇ നോട്ടിനകത്ത് എന്താ പറഞ്ഞത്, ഇ നോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എഫ് എൻ നോട്ട് കൺവേർജസ് ടു എഫ് പറഞ്ഞു. ആ ഇ നോട്ട് അല്ല അവിടെ എടുക്കുന്നത്, ഇവിടെ വേറെ സെറ്റാണ്. ഓക്കെ, സെറ്റിൻ്റെ പേര് നമ്മൾ ഇ നോട്ടിൽ നിന്ന് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇ നോട്ട് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് ബിലോങ്സ് ടു ഇ സച്ച് ദാറ്റ് എച്ച് ഓഫ് എക്സ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ എച്ച് ഓഫ് എക്സ് 0 അല്ലാത്ത സെറ്റിൻ്റെ അല്ലേ എക്സുകളുടെ കളക്ഷനാണ് ഇ നോട്ട്. അപ്പോൾ നമുക്കറിയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് ആണ്. എഫ് എച്ച് നോൺ നെഗറ്റീവ് ആണ്, അല്ലേ, എച്ച് ബൗണ്ടഡ് ആണ്. അപ്പോൾ അങ്ങനെ ആയാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, മെഷർ ഓഫ് ഇ നോട്ട് എപ്പോഴും ഫൈനൈറ്റ് ആണെന്ന് പറയാൻ പറ്റും. കാരണം എച്ച് ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണ്, ഇ എന്നത് ഫൈനൈറ്റ് മെഷറുള്ള സെറ്റാണ്, അല്ലേ. അപ്പോൾ ഇ എന്ന സെറ്റിൻ്റെ മെഷർ ഓഫ് ഇ ഫൈനൈറ്റ് ആണ്. ഓക്കെ, എച്ച് എന്നത് ബൗണ്ടഡ് ആണ്. എച്ച് ബൗണ്ടഡ് ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, മെഷർ ഓഫ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി. മെഷർ ഓഫ് ഇ നോട്ട് ഈസ് ലെസ് ദാൻ ഇൻഫിനിറ്റി ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, എച്ച് എൻ എന്നൊരു സെറ്റ് ഡിഫൈൻ ചെയ്യണം. എച്ച് എൻ എന്നൊരു ഫംഗ്ഷൻ. എങ്ങനെ എച്ച് എൻ ഡിഫൈൻ ചെയ്യണം നോക്കണേ. എച്ച് എൻ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എച്ച് കോമ എൻ, എച്ച് കോമ എഫ് എൻ. ശ്രദ്ധിക്കണേ, എച്ച് എൻ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എച്ച് കോമ എഫ് എൻ. അപ്പോൾ ഇവിടെ നമുക്ക് 2 പോസിബിലിറ്റി ഉണ്ട്. ഒന്നെന്താവാം, എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ് എൻ ആവാം, എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് എൻ ആവാം. അല്ലെങ്കിൽ എന്താവാം, എഫ് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആവാം. 2 പോസിബിലിറ്റി ഉണ്ട്, അല്ലേ. 2 പോസിബിലിറ്റിയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് നമുക്ക് നോക്കാം, എച്ച് ഈസ് ലെസ് ദാൻ എഫ് എൻ. അപ്പോൾ ചെറുതാരാ, എച്ച് ആണ് ചെറുത്, അല്ലേ. എച്ച് ചെറുതാണെങ്കിൽ മിനിമം ഓഫ് എച്ച് കോമ എഫ് എൻ എന്ന് പറഞ്ഞാൽ എച്ച് അല്ലേ വരിക. അപ്പോൾ എച്ച് എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, എച്ച് എന്ന് വരും. എച്ച് എന്താണ്, ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്, അല്ലേ. എച്ച് ബൗണ്ടഡ് ആണ്. അപ്പോൾ നമുക്ക് പറയാം 0 ലെസ് ദാൻ ഈക്വൽ ടു എച്ച് എൻ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് എൻ ഈക്വൽ ടു എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എം. സിമിലർലി ഇവിടെ നമ്മൾ എടുത്തപ്പോൾ നമുക്ക് ഇവിടെ എന്ത് പറയാൻ പറ്റും, ഇവിടെ എച്ച് എൻ ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും, എഫ് എൻ ആണ്. ദാറ്റ് ഈസ് എച്ച് എൻ ഈസ് equal to Fn
ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് ആണ്, ഇസ് ലെസ് ദാൻ ഈക്വൽ ടു എം. അപ്പോൾ ഇൻ ബോത്ത് കേസ് നമുക്ക് പറയാം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എച്ച് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എം. അപ്പോൾ എച്ച് എന്നിൻ്റെ വില എമ്മിനെക്കാട്ടിലും ചെറുതാണ്. ഒന്നുകൂടി പറയാം, നമ്മൾ എച്ച് എൻ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തു. എച്ച് എന്നിൻ്റെ പ്രത്യേകത എന്താ? എച്ച് എൻ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എച്ച് കോമ എഫ് എൻ. അപ്പോൾ രണ്ട് പോസിബിലിറ്റി, എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ് എൻ ഓർ എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു എച്ച്. അപ്പം ഈക്വൽ ടു ആയാൽ രണ്ട് സെയിം ആണ്, അത്രേ ഉള്ളൂ. അപ്പോൾ ഈക്വൽ ടു ആയാൽ ഇവിടെ വിഷയമല്ല. ഈക്വൽ ടു ആകുമ്പോൾ എന്തുണ്ടാവും? ഈക്വൽ ആണെന്ന് മാത്രം. അപ്പോൾ ലെസ് ദാൻ ഈക്വൽ ടു ഉണ്ടാവില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ 0 ലെസ് ദാൻ നമുക്ക് എന്താ പറയാം, എച്ച് ആണ് ചെറുതെങ്കിൽ എച്ച് എൻ ഈക്വൽ ടു എച്ച് ആണ് അല്ലേ, മിനിമം ആണ് വരിക. അപ്പോൾ 0 ലെസ് ദാൻ ഈക്വൽ ടു എച്ച് എൻ ഇസ് ഈക്വൽ ടു എച്ച് എന്ന് കിട്ടി. എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. അപ്പോൾ ഇവിടുന്ന് രണ്ടും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് 0 ലെസ് ദാൻ എച്ച് എൻ ലെസ് ദാൻ എം എന്ന് കിട്ടി. ഇവിടെ നമുക്ക് അതേപോലെ തന്നെ എച്ച് എൻ ഇസ് ഈക്വൽ ടു എഫ് എൻ ആണ് അല്ലേ. അപ്പോൾ എച്ച് എൻ ഈക്വൽ ടു എഫ് എൻ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് എന്ന് പറയാൻ പറ്റും. എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എം ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? 0 ലെസ് ദാൻ എച്ച് എൻ ലെസ് ദാൻ എം എന്ന് പറയാം. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് 0 എടുത്തത് നമുക്ക് സംശയം തോന്നും. അപ്പം നോക്കേണ്ട ആവശ്യമില്ല. ഇവിടെ എഫ് എന്നുകളെല്ലാം നോൺ നെഗറ്റീവ് ആണ്. എച്ച് എന്നത് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എഫ് ആണ്. നമുക്ക് തന്നിട്ടുണ്ട് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. അപ്പോൾ ഒരിക്കലും ഈ എച്ച് എന്താവില്ല? നെഗറ്റീവ് ആവില്ല. എഫ് എന്നുകളും നെഗറ്റീവ് അല്ല. അപ്പോൾ ഒരിക്കലും ഈ എച്ച് എൻ എന്നത് എന്ത് വരില്ല? നെഗറ്റീവ് വരില്ല. അതുകൊണ്ട് എച്ച് ആണ് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ എഫ് എന്ന് പറഞ്ഞത്. Therefore we get എച്ച് എൻ, ഈ സീക്വൻസ് എച്ച് എൻ എന്താണ്? സീക്വൻസ് എച്ച് എൻ ഈസ് ബൗണ്ടഡ് ഫംഗ്ഷൻ. എച്ച് എൻ എന്നത് എന്താണ്? ഒരു ബൗണ്ടഡ് ഫംഗ്ഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ എച്ച് എൻ എന്നതൊരു ബൗണ്ടഡ് ഫംഗ്ഷൻ കിട്ടി. ഇനി നോക്കാം എച്ച് എന്നിൻ്റെ ലിമിറ്റ് എന്താവും. ഇതാണ് നമ്മളെ കൺസെപ്റ്റ്. എച്ച് എന്നിൻ്റെ ലിമിറ്റ് എന്താ ഉണ്ടാവുക നമുക്ക് നോക്കാം. എച്ച് എൻ ബൗണ്ടഡ് ആണ്. എച്ച് എൻ നമ്മൾ എങ്ങനെ ഡിഫൈൻ ചെയ്ത്? എച്ച് എൻ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എച്ച് കോമ എഫ് എൻ. നമുക്കറിയുന്ന കാര്യം പറയാം. F1, F2, F3 എക്സെട്ര ഇതെങ്ങനെ കൺവേർജ് ചെയ്യുക? ദിസ് കൺവേർജസ് ടു എഫ്. ഓക്കെ, അപ്പോൾ F1, F2, F3 ഇതെങ്ങോട്ട് കൺവേർജ് ചെയ്യണം? ഈ എഫ് എൻ എന്നുള്ള സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യണം? എഫിലേക്ക് കൺവേർജ് ചെയ്യണം. അപ്പോൾ അതിങ്ങനെ പോയി ഈ എഫ് എന്നുകളെല്ലാം എഫിൻ്റെ വളരെ അടുത്തായിട്ട് വരും. നമുക്ക് തന്ന വേറെ കൺസെപ്റ്റാണ് 0 ലെസ് ദാൻ എച്ച് ലെസ് ദാൻ ഈക്വൽ ടു എഫ്. എച്ച് എപ്പോഴും ഈ എഫിനെക്കാട്ടിലും ചെറുതാണ് ഉണ്ടാവുക. അപ്പോൾ എച്ച് എന്നത് ഏകദേശം അല്ലേ ഈ എഫ് എന്നിനെക്കാളും എഫ് എന്നുകൾ ഇങ്ങനെ പോയി എഫിലേക്ക് എത്തും അല്ലേ. അപ്പോൾ എച്ച് എൻ എന്നത് അതിലും ചെറുതായിരിക്കും. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചിലപ്പോൾ എന്തുണ്ടാവും? F1 വലുതാണ്. F1 വലുതായിരിക്കും ആരുണ്ടാവുക? F1 വലുതായിരിക്കും എച്ച് ഉണ്ടാവുക. അപ്പോൾ H1 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? F1 കിട്ടും. F2 ഈസ് ഓൾസോ ലെസ് ദാൻ ഈക്വൽ ടു എച്ച് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ H2 എന്ത് കിട്ടും? നമുക്ക് F2 എന്ന് കിട്ടും. പക്ഷെ പോയി കുറച്ച് കഴിഞ്ഞാൽ എഫ് ഒരു എം എന്നത് ഗ്രേറ്റർ ദാൻ എച്ച് ആയിരിക്കണം. കാരണം എന്താ? എച്ച് എപ്പോഴും എഫിനേക്കാൾ താഴെയാണ്. ഈ എഫ് എൻ എങ്ങോട്ട് പോയിട്ടും എഫിലേക്ക് എത്തണം. ഓക്കെ, അപ്പോൾ എച്ച് എന്നത് നമുക്ക് എന്തുണ്ടാവും? ഏതെങ്കിലും ഒരു എഫ് എമ്മിനേക്കാളിലും താഴെയാകും. അപ്പോൾ എച്ച് എം എന്നത് എന്ത് കിട്ടും? നമുക്ക് എച്ച് എന്ന് കിട്ടും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് എഫ് എം പ്ലസ് 1 അതും എന്തായിരിക്കും? എച്ചിനേക്കാട്ടിലും വലുതായിരിക്കും. അപ്പോൾ എച്ച് എം പ്ലസ് 1 നമുക്ക് എന്ത് കിട്ടും? എച്ച് എം പ്ലസ് 1ഉം നമുക്ക് എന്ത് കിട്ടും? എച്ച് കിട്ടും. സോ എച്ച് എൻ ഇസ് കൺവേർജസ് ടു എച്ച്. എച്ച് എൻ എന്ന സീക്വൻസ് എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എച്ചിലേക്ക് കൺവേർജ് ചെയ്യും. ഓക്കെ, ഒന്നുകൂടി നോക്കാം നമുക്ക്. കാരണം എന്തുകൊണ്ടാ? F1, F2, F3 എന്നുള്ള സീക്വൻസ് നമ്മൾ എടുക്കുകയാണ്. F1, F2, F3 സീക്വൻസ്. F1, F2 ഈ സീക്വൻസ് എങ്ങോട്ടാ കൺവേർജ് ചെയ്യണത്? ദിസ് കൺവേർജസ് ടു എഫ് എന്ന് പറഞ്ഞാൽ അർത്ഥം ഇതിനകത്ത് എഫ് എൻ പ്ലസ് 1 ഇതെല്ലാം എഫിനോട് വളരെ അധികം ക്ലോസ് ആയിരിക്കണം അല്ലേ. എന്നിൻ്റെ വാല്യൂ കൂടുന്തോറും അത് എഫിനോട് വളരെ ക്ലോസ് ആയിരിക്കും. ബട്ട് നമുക്കറിയാം എച്ച് ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എഫ്. എച്ച് എന്നത് എഫിനെക്കാട്ടിലും ചെറുതാവണം. ഓക്കെ, സോ F1, F2, F3 എന്നുള്ള സീക്വൻസ് എഫ് ഇൻഫിനിറ്റി വരെ ഉണ്ട് അല്ലേ, കൂടി വരും. അതിനകത്ത് ഏതെങ്കിലും ഒരു എഫ് എം മുതൽ എന്തിനേക്കാട്ടിലും കൂടുതലുണ്ടാവും? എച്ചിനേക്കാൾ കൂടുതലുണ്ടാവും. അപ്പോൾ ആ ടേം മുതലുള്ള ലിമിറ്റുകൾ എച്ച് എന്നുകളെല്ലാം എന്തായി മാറും? എച്ച് എന്നാവും അല്ലെ. മിനിമം നമ്മൾ എടുക്കണേ. പിന്നെ എച്ചിനേക്കാൾ കൂടുതൽ വന്നാൽ പിന്നെ അതൊക്കെ എന്താണ്? എച്ച് ആണ്. സോ ദ ലിമിറ്റ് ഓഫ് എച്ച് എൻ എന്തായിരിക്കും? എച്ച് ആവും.
So we get hn, നമുക്ക് കിട്ടിയത് എന്താണ്? hn is less than or equal to m. അല്ലെങ്കിൽ mod hn less than or equal to m ആണ്. Then പിന്നെ കിട്ടി hn converges to h. സീക്വൻസ് hn എങ്ങോട്ട് കൺവേർജ് ചെയ്യും? എച്ചിലേക്ക് കൺവേർജ് ചെയ്യും. ഇതൊക്കെ ഓൺ ഇ ആണ് കേട്ടോ, ഇ എന്ന സെറ്റിനകത്താണ്. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ അപ്ലൈ ചെയ്യാൻ പോവാണ്. hn എല്ലാം ബൗണ്ടഡ് ആണ്, മെഷറബിൾ ആണ്. അവിടെ എന്തുണ്ട്? എം എന്നൊരു റിയൽ നമ്പർ കണ്ടെത്താൻ പറ്റും. എം എന്നൊരു ഇൻറ്റിജർ ഉണ്ട്. സോ ദാറ്റ് മോഡ് hn ലെസ് ദാൻ ഈക്വൽ എം ആണ്. hn കൺവേർജസ് ടു എച്ച് ആണ്. അപ്പോൾ ഇതൊക്കെ ഏതിൻ്റെ ഡെഫിനിഷനാണ്? ഇതെല്ലാം ബൗണ്ടഡ് കൺവേർജൻസ് തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്താണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പറയുന്നത്? നമുക്ക് നോക്കാം. ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പറയുന്നതാണ്, ലെറ്റ് fn be a sequence of measurable functions. fn എന്നത് മെഷറബിൾ ഫംഗ്ഷൻസിൻ്റെ സീക്വൻസ് ആണ് ഓൺ എ സെറ്റ് ഓഫ് ഫൈനൈറ്റ് മെഷർ. ഫൈനൈറ്റ് മെഷറുള്ള ഇ എന്ന സെറ്റിൽ ഡിഫൈൻ ചെയ്ത സീക്വൻസ് ഓഫ് മെഷറബിൾ ഫംഗ്ഷൻസ് ആണ് fn. Suppose fn is uniformly point-wise bounded. fn is bounded on E. fn bounded ആണെങ്കിൽ, that is there exists an m such that fn less than equal to m on E. fn less than equal to m on E for all n ആണ്. And if fn converges to f point-wise, then limit n tends to infinity integral over E fn is equal to integral over E f എന്ന് പറയാൻ പറ്റും. ഇതാണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം. ഇപ്പം നമുക്ക് കിട്ടിയത് എന്താ? hn എന്നൊരു സീക്വൻസ് കിട്ടി അല്ലേ? ഈ സീക്വൻസിൻ്റെ പ്രത്യേകത എന്താ? ദിസ് ഈസ് മെഷറബിൾ. അപ്പോൾ fn മെഷറബിൾ എന്നുള്ളതിന് പകരം നമുക്ക് എന്താ പറയാം? hn ഈസ് മെഷറബിൾ. ഇനി നമുക്ക് തന്നിട്ടുണ്ട് മോഡ് hn ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m. അതായത് ഈ കൺസെപ്റ്റ് മോഡ് hn ലെസ് ദാൻ ഈക്വൽ ടു m ആണ്. പിന്നെ നമുക്ക് എന്ത് കിട്ടി? hn കൺവേർജസ് ടു h പോയിന്റ് വൈസ് അല്ലേ? കൺവേർജസ് ടു h എന്ന് പറഞ്ഞാൽ പോയിന്റ് വൈസ് ആണ്. അപ്പോൾ hn കൺവേർജസ് ടു h ആണ്. അപ്പോൾ നമുക്ക് fn സീക്വൻസ് കിട്ടി, fn ബൗണ്ടഡ് എന്ന് കിട്ടി, fn പോയിന്റ് വൈസ് കൺവേർജൻ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാം? ഈ തിയറത്തിൽ fn കാണുന്നിടത്ത് നമുക്ക് fn കാണുന്നിടത്ത് എന്ത് കൊടുക്കാം? hn എന്ന് കൊടുക്കാം. സോ വി ഗെറ്റ് ഇന്റഗ്രൽ ഓവർ E h is equal to limit n tends to infinity integral over E hn. ഇത് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത് നമ്മളൊക്കെ ഡിഫൈൻ ചെയ്യുന്നത് എവിടെയാണ്? ഇ നോട്ടിനകത്ത് അല്ലേ? ഇ നോട്ടിനകത്ത് മാത്രമാണ് എന്തുള്ളൂ? ഇ നോട്ടിനകത്ത് മാത്രമാണ് h എന്തുള്ളത്? നോട്ട് ഈക്വൽ ടു 0 ഉള്ളത്. h നോട്ട് ഈക്വൽ ടു 0 ആയ സെറ്റാണ് ഇ നോട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇതൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. സോ ഇവിടെ നമുക്ക് കിട്ടിയ കാര്യങ്ങൾ കൺസെപ്റ്റ് ഒന്നുകൂടി പറയാം. ഫോർ ഈച്ച് എക്സ് ബിലോങ്സ് ടു ഇ, hn ലെസ് ദാൻ ഈക്വൽ ടു എഫ് ഓഫ് എക്സ് ആണ്. fn ഓഫ് എക്സ് കൺവേർജസ് ടു എഫ് ഓഫ് എക്സ്, hn ഓഫ് എക്സ് കൺവേർജസ് ടു എച്ച് ഓഫ് എക്സ് ആണ്. സോ ബൗണ്ടഡ് കൺവേർജൻസ് തിയറ പ്രകാരം നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മൾ ഇ മൈനസ് ഇ നോട്ട് എന്നുള്ള സെറ്റിനകത്ത് എന്ത് ചെയ്യാണ്? അല്ല, ഇ നോട്ടിനകത്ത് hn നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇ മൈനസ് ഇ നോട്ടിനകത്ത് h 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യാണ്. therefore we get limit n tends to infinity integral over E limit n tends to infinity integral over E hn is equal to limit n tends to infinity integral over E naught h എന്ന് എഴുതാം. കാരണം എന്തുകൊണ്ടാ? നമ്മൾ പറഞ്ഞ ഫസ്റ്റ് കൊറോളറി എന്താ നമ്മൾ പറഞ്ഞത്? ഇഫ് മെഷർ ഓഫ് E naught is equal to 0, മെഷർ ഓഫ് E naught 0 ആണെങ്കിൽ integral over E f is equal to integral over E minus E naught f എന്ന് പറയാൻ പറ്റും അല്ലേ? അതുപോലെ ഇവിടെ നമുക്ക് പ്രശ്നം എന്താ? ഇ നോട്ടിനകത്ത് h 0 ആണ്. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇവിടെ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്താൽ മതി. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? ഇതിന് നമുക്ക് രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്യാണ്. integral over E hn നമുക്ക് എങ്ങനെ എഴുതാം? integral over E naught hn പ്ലസ് integral over E minus E naught hn എന്ന് എഴുതിക്കൂടെ? ഇ മൈനസ് ഇ നോട്ടിനകത്ത് hn എന്താണ്? 0 ആണ്. അപ്പോൾ ആ സെറ്റിൻ്റെ മെഷർ എന്തായി പോവും? 0 ആയി പോവും അല്ലേ? കാരണം അവിടെ എന്താണ്? ഇൻ്റഗ്രൻ്റ് 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഇ 0 ഇസ് ഈക്വൽ ടു 0 അല്ല. അപ്പോൾ ഈ ടേം 0 ആയി പോയി, ഇത് മാത്രം ഉണ്ടാവും. അതാണ് ഇവിടെ എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് hn എഴുതാൻ കാരണം. ഓക്കെ, അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ hn നമ്മൾ രണ്ടാക്കി സ്പ്ലിറ്റ് ചെയ്തു. എങ്ങനെയൊക്കെ സ്പ്ലിറ്റ് ചെയ്ത്? ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് hn
പ്ലസ് ഇൻ്റഗ്രൽ ഓവർ ഇ മൈനസ് ഇ നോട്ട് എച്ച് എന്ന് എഴുതി. ഇവിടെ ഇ മൈനസ് ഇ നോട്ടിനകത്ത് എച്ച് എൻ വാനിഷിങ് മീൻസ് 0. അപ്പോൾ ഇവിടെ എച്ച് എൻ ഇസ് ഈക്വൽ ടു 0 ആണ്. അപ്പോൾ നമുക്ക് ഇൻ്റഗ്രൻ്റ് 0 ആയി പോകും. ഇൻ്റഗ്രൻ്റ് 0 ആയാൽ ഈ ഇൻ്റഗ്രൽ മൊത്തം 0 ആയി പോയി. ഓക്കെ, സോ ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എന്ന് എഴുതാൻ പറ്റും. ഇനി ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ എച്ച് എൻ നമുക്ക് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം പ്രകാരം നമുക്ക് എന്ത് എഴുതാം? ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് എച്ച് എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്? ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്ത്. ഇക്കകത്തല്ല, ഇ നോട്ടിനകത്താണ് ബൗണ്ടഡ് കൺവേർജൻസ് തിയറം അപ്ലൈ ചെയ്തത്. ഇനി ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ട് എച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ആണ്. നമുക്ക് വീണ്ടും ഇത് അപ്ലൈ ചെയ്താൽ ഈ എച്ച് എന്നിന് പകരം എച്ച് കൊടുത്താൽ ഇൻ്റഗ്രൽ ഓവർ ഇ നോട്ടും ഇൻ്റഗ്രൽ ഓവർ ഇയും സെയിം ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, സോ വി ഗെറ്റ് ഇൻ്റഗ്രൽ ഓവർ ഇ, നമ്മൾ രണ്ട് തലയും കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക ഇൻ്റഗ്രൽ ഓവർ ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി integral over e hn is equal to limit n tends to infinity integral over e naught hn is equal to limit integral over e naught h is equal to integral over e hn. Okay, that is we get limit n tends to infinity integral over e hn is equal to integral over e h. ഇത് നമുക്ക് കിട്ടി. അതായത് ഇൻ്റഗ്രൽ എച്ച് എന്നിൻ്റെ ലിമിറ്റാണ് ഇൻ്റഗ്രൽ എച്ച്. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ പഠിച്ചൊരു കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട്. നമ്മൾ പഠിച്ച കൺസെപ്റ്റ് ഇതായിരുന്നു: ലിമിറ്റ് എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം എഫ് ഇസ് ഈക്വൽ ടു ലിമിറ്റ് സുപ്രീമം എഫ്. അപ്പോൾ ഏത് ഫംഗ്ഷൻ്റെ ആണോ ലിമിറ്റ് ഇൻഫിമവും ലിമിറ്റ് സുപ്രീമവും ഈക്വൽ ആവണത് അതിനെയാണ് നമ്മൾ ലിമിറ്റ് എഫ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ, ലിമിറ്റ് സുപ്രീമം ഇൻ്റഗ്രൽ എഫ് രണ്ടും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഈ കൺസെപ്റ്റ് നമുക്ക് ആവശ്യമുണ്ട് ഓർത്തേക്കാം. ദെൻ നമ്മൾ എന്ത് ചെയ്യാണ്? നമുക്കറിയാം എച്ച് എൻ നമ്മൾ ഡിഫൈൻ ചെയ്തു. എച്ച് എൻ ഡിഫൈൻ ചെയ്തിരുന്നത് എച്ച് എൻ ഇസ് ഈക്വൽ ടു മിനിമം ഓഫ് എച്ച് കോമ എഫ് എൻ ആയിരുന്നു. അപ്പോൾ ഏതായാലും മിനിമത്തിനാണ് എച്ച് എന്ന് പറയുക. അപ്പോൾ എച്ച് എൻ ലെസ് ഈക്വൽ ടു എഫ് എൻ ആയിരിക്കും അല്ലേ? ചിലപ്പോൾ ഈക്വൽ ആവാം, ചിലപ്പോൾ ചെറുതാവും. അപ്പോൾ എച്ച് എൻ ലെസ് ഈക്വൽ ടു എഫ് എൻ, ദാറ്റ് ഈസ് ഫോർ ഈച്ച് എൻ എച്ച് എൻ ലെസ് ഈക്വൽ ടു എഫ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് മോണോട്ടോണിസിറ്റി അല്ലേ, എച്ച് എൻ ലെസ് ഈക്വൽ ടു എഫ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ എച്ച് എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എൻ ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ ഇസ് ലെസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ എന്ന് പറയാൻ പറ്റും. ഓക്കെ, ബിക്കോസ് എച്ച് എൻ ലെസ് ഈക്വൽ ടു എഫ് എൻ, സോ ഇൻ്റഗ്രൽ എച്ച് എൻ ലെസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എഫ് എൻ എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാണ്. ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് ഇസ് ഈക്വൽ ടു ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇതവിടെ ഉണ്ട്. ഈ സ്റ്റെപ്പ് അവിടെ നിർത്തി. നമുക്ക് എന്ത് ചെയ്തു? ഇപ്പോൾ കിട്ടിയ ഇന്നീക്വാളിറ്റി, ഇപ്പോൾ എന്താ നമുക്ക് കിട്ടിയ ഇന്നീക്വാളിറ്റി? എന്താ കിട്ടിയത്? ഇൻ്റഗ്രൽ ഓവർ ഇ എച്ച് എൻ ഈസ് ലെസ് ദാൻ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഇ എഫ് എൻ. രണ്ട് പുറത്തു ലിമിറ്റ് ഇൻഫീരിയർ എടുക്കുക. അപ്പോൾ എന്താ കിട്ടുക? ലിമിറ്റ് ഇൻഫിമം integral over e hn is less than equal to limit infimum integral over e fn. ഇത്രേ ഉള്ളൂ. നമുക്ക് എച്ച് എൻ ലെസ് ഈക്വൽ എഫ് എൻ ആണ്. ദർഫോർ ഇൻ്റഗ്രൽ എച്ച് എൻ ലെസ് ഈക്വൽ ഇൻ്റഗ്രൽ എഫ് എൻ ആണ്. രണ്ട് പുറത്ത് നമുക്ക് ലിമിറ്റ് ഇൻഫീരിയർ എടുത്തു. അപ്പോൾ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എച്ച് എൻ ലെസ് ഈക്വൽ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ എഫ് എൻ കിട്ടി. അപ്പോൾ എന്താണ് ഈ ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എച്ച് എൻ? ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എച്ച് എൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റ് ഇൻ്റഗ്രൽ എച്ച് എൻ ആണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ ഇസ് ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എച്ച് എൻ. രണ്ടും ഈക്വൽ ആണ്. ഇസ് ലെസ് ദാൻ ഈക്വൽ ടു ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ അല്ലേ? ഈ ലിമിറ്റ് ഇൻഫിമത്തിനെ ലിമിറ്റ് എന്ന് എഴുതാൻ പറ്റും. വിച്ച് ഇംപ്ലൈസ് ലിമിറ്റ് എൻ ടെൻസ് ടു ഇൻഫിനിറ്റി integral over e hn is equal to is less than equal to limit infimum integral over e fn കിട്ടി. ഇത് നമ്മൾ പറഞ്ഞ പേരാണ് integral over h. നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് integral over h എന്ന് പറഞ്ഞാൽ ലിമിറ്റാണ്. അപ്പോൾ രണ്ട് സ്ഥലം കണക്ട് ചെയ്യുക. കണക്റ്റിംഗ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് വി ഗെറ്റ് integral over e h less than or equal to limit infimum integral over e
fn, which implies and implied by integral over e f less than or equal to limit infimum integral over e fn, hence our theorem. അപ്പോൾ ഇതാണ് നമ്മൾ ഫാക്ടോസ് ലെമ്മ പറയുന്നത്. ഫാക്ടോസ് ലെമ്മയിൽ നമ്മൾ ആ അപ്ലൈ ചെയ്യൽ കുറച്ച് ശ്രദ്ധിക്കേണ്ട. എച്ച് എന്നൊക്കെ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി എപ്പോഴാണ് ഈ ഫാക്ടോസ് ലെമ്മയ്ക്കകത്ത് ഈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു മാത്രം സാറ്റിസ്ഫൈ ചെയ്യുക, അതായത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആവുമോ? ഓക്കെ, ഇത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആവുന്ന കേസ് ഉണ്ടോ? അപ്പോൾ അതാണ് നമ്മളൊരു എക്സാമ്പിൾ, ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാണ്. അപ്പോൾ എഫ് എൻ എന്താവാം, നമുക്ക് അത് സ്ട്രിക്ട്ലി ലെസ് ദാൻ ആവുന്ന കേസ് വരാം. അതായത് ഇവിടെ ലെസ് ദാൻ ഈക്വൽ ടു ഒരു പകരം സ്ട്രിക്ട്ലി ലെസ് ദാൻ വരാം. അതിനൊരു എക്സാമ്പിളാണ് ഇവിടെ പറഞ്ഞത്. ലെറ്റ് ഇ ഇസ് ഈക്വൽ ടു ഓപ്പൺ 0 ക്ലോസ്ഡ് 1, ഒരു ഇൻ്റർവെൽ ആണ്. ഓപ്പൺ 0 ക്ലോസ്ഡ് 1 എന്നുള്ള എടുത്തു. ഫോർ എ നാച്ചുറൽ നമ്പർ n, n എന്ന നാച്ചുറൽ നമ്പർ ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നതാണ് എഫ് എൻ ഇസ് ഈക്വൽ ടു n ഇൻറ്റു കൈ 0, 1/n. അതായത് f1 എന്ത് വരും? f1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു കൈ 0, 1 അല്ലേ? 0,1 എക്സ് ഉണ്ടെങ്കിൽ 1 അല്ലെങ്കിൽ 0. f2 എന്താ വരിക? f2 എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ 2 ഇൻറ്റു കൈ 0,1/2. എക്സ് 0,1/2 ഉണ്ടെങ്കിൽ 1 അല്ല, അപ്പോൾ 2 ഇൻറ്റു 1 വരും, അല്ലെങ്കിൽ 0 വരും. അങ്ങനെ പോയാൽ അതിൻ്റെ ലിമിറ്റ് എന്താ വരിക അല്ലേ? ആൻഡ് എഫ് എൻ കൺവേർജസ് ടു പോയിന്റ് വൈസ് ഓൺ ഇ ടു എഫ്. എഫിലേക്ക് പോയിന്റ് വൈസ് കൺവേർജ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്താ വരിക? അത് പോയി ഒരു f100 ആകുമ്പോൾ എന്താ വരിക? നോക്കി നോക്കൂ, f100 എന്താ വരിക? f100 ഇസ് ഈക്വൽ ടു 100 ഇൻറ്റു കൈ 0,1/100. അതായത് ഈ സെറ്റ് ചുരുങ്ങി വരിക അല്ലേ? 0,1/n എങ്ങനെ ടെൻഡ് ചെയ്യുക? ആസ് n ടെൻസ് ടു ഇൻഫിനിറ്റി 0,1/n ടെൻസ് ടു 0,0 അല്ലേ? 0,0യിലേക്കാണ് ടെൻഡ് ചെയ്യുക. അപ്പോൾ ആസ് ഇവിടെ ലിമിറ്റ് കൊടുക്കുമ്പോൾ ഇത് എന്തായി മാറും? ഇത് കൈ 0,0 പറഞ്ഞാൽ നൾ സെറ്റാണ്, ഇതിനകത്ത് എലമെൻറ്റേ ഇല്ല. അപ്പോൾ അതെന്തായി മാറും? ഈ ലിമിറ്റ് എന്താവും? ടെൻസ് ടു 0. അതായത് എഫ് എൻ കൺവേർജസ് ടു എഫ് ആണെങ്കിൽ എഫ് എന്തായിരിക്കും? 0 ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞത്. ദാറ്റ് ഈസ് then fn converges to f which is identically 0. fn ന്റെ ലിമിറ്റ് എന്തായിരിക്കും? ഐഡന്റിക്കലി 0 ആയിരിക്കും. കാരണം ഈ കൈ 0,1/n എന്ന സെറ്റ് എങ്ങോട്ട് ടെൻഡ് ചെയ്യും? കൈ 0,0യിലേക്കാണ് ടെൻഡ് ചെയ്യുക. അപ്പോൾ 0,0 പറഞ്ഞാൽ നൾ സെറ്റാണ്. അവിടുത്തെ കൈ ഫംഗ്ഷൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 0 എന്ന് കിട്ടും. ആ ഫംഗ്ഷൻ n ഇൻറ്റു 0 ദാറ്റ് ഈസ് 0 എന്നായി പോകും. ഓക്കെ, സോ അതിൻ്റെ ലിമിറ്റ് എന്താണ്? എഫ്. ദാറ്റ് ഈസ് ദ ലിമിറ്റ് ഓഫ് എഫ് ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ദ വാല്യൂ ഓഫ് എഫ്, എഫ് എന്നിൻ്റെ ലിമിറ്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ എഫ് എന്താ വരിക? ഇൻ്റഗ്രൽ ഓവർ ഈ 0 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടി. ഇനി അപ്പോൾ ഇത്രയും കിട്ടി. ഇനി ഇവിടെ നോക്കി നോക്കൂ, ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ എന്താ വരിക? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ എന്ന് പറഞ്ഞാൽ എന്താ? n ഇൻറ്റു കൈ 0,1/n അല്ലേ? അപ്പോൾ ഇതിൻ്റെ മാക്സിമം നമുക്ക് വില എന്ത് കിട്ടും? ഇറ്റ് ടെൻസ് ടു 1 കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ വില നമുക്ക് എന്ത് കിട്ടും? ഈ എഫ് എന്നിൻ്റെ വില നമുക്ക് എന്ത് കിട്ടും? ഇൻ്റഗ്രൽ എഫ് എന്നിൻ്റെ ലിമിറ്റിൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടും? 1 എന്ന് കിട്ടും. ഓക്കെ, കാരണം ഇവിടെ എന്താണ്? ഇവിടെ നമുക്ക് ഇൻ്റഗ്രൽ എടുക്കുമ്പോൾ n ഇൻറ്റു മെഷർ ഓഫ് 0,1/n എന്നാ വരിക. മെഷർ ഓഫ് 0,1/n എന്താ? 1/n. അപ്പോൾ n ഇൻറ്റു 1/n എന്ന് കിട്ടും. n ഇൻറ്റു 1/n എന്താണ്? 1 ആണ്. ഓക്കെ, അപ്പോൾ എഫ് എന്നിൻ്റെ വാല്യൂ, ഓക്കെ, ഇൻ്റഗ്രൽ ഓവർ ഈ എഫ് എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ n ഇൻറ്റു കൈ 0,1/n ആണ്. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ ഓവർ 0,1/n n എന്ന് കിട്ടും. ഇതിൻ്റെ വില n ഇൻറ്റു മെഷർ ഓഫ് 0,1/n ആണ്. അപ്പോൾ n ഇൻറ്റു 1/n ദാറ്റ് ഈസ് 1. അപ്പോൾ ഇൻ്റഗ്രൽ എഫ് എന്നിൻ്റെ വില 1, അപ്പോൾ അതിൻ്റെ ലിമിറ്റും 1 കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇൻ്റഗ്രൽ എഫ് എന്നിൻ്റെ വില നമുക്ക് 1ഉം കിട്ടി, ഇൻ്റഗ്രൽ എഫ് നമുക്ക് എന്ത് കിട്ടി? 0യും കിട്ടി. അപ്പോൾ നമുക്ക് പറയാം
integral over E f is less than integral limit integral over E fn. ഈ ലിമിറ്റ് ഇൻ്റഗ്രൽ എഫ് എൻ ആണ് ഏത് ലിമിറ്റ് ഇൻഫിമം ഇൻ്റഗ്രൽ എഫ് എൻ അല്ലേ. അപ്പോൾ നമുക്ക് സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്നുണ്ട് പറയാം. സിമിലർലി ഇതേപോലെ നമുക്ക് ഫാക്ടേഴ്സിനൊക്കെ നമുക്ക് സ്ട്രിക്റ്റ് ഇൻഇക്വാലിറ്റി യൂസ് ചെയ്യുന്ന അടുത്തൊരു എക്സാമ്പിൾ ജസ്റ്റ് പറഞ്ഞതാണ്. ഇ ഈക്വൽ ടു ആർ എടുത്തു, നമ്മൾ ഇ എന്തെടുത്തു ആർ എടുത്തു. അപ്പോൾ ജി എൻ എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാണ്. ജി വൺ എന്ന് പറഞ്ഞാൽ കൈ 1, 1 + 1 ദാറ്റ് ഈസ് 2. ഓക്കെ, ജി ടു എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും കൈ ഓഫ് 2, 3 നമ്മൾ ഡിഫൈൻ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ജി എൻ എന്താവും കൈ n, n+1. ഇതിനെ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക ലിമിറ്റ് ഓഫ് ജി എൻ. ലിമിറ്റ് ഓഫ് ജി എൻ എന്താ വരിക കൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി എന്ന് വരും അല്ലേ. കാരണം n ഇൻഫിനിറ്റി കൊടുക്കുമ്പോൾ കൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി എന്ന് വരും. ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ്സ് എ നൾ സെറ്റ് അല്ലേ. ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ നൾ സെറ്റ് ആണ്. അതിൻ്റെ കൈ വാല്യൂ നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. അപ്പോൾ ലിമിറ്റ് ഓഫ് ജി എൻ ഇസ് ഈക്വൽ ടു 0. ലിമിറ്റ് ഓഫ് ജി എൻ ജി ആണെങ്കിൽ ജി ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും 0 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ലിമിറ്റ് ഓഫ് ജി എൻ ഇസ് ഈക്വൽ ടു 0 ആയതുകൊണ്ട് ജി എൻ കൺവേർജസ് ടു 0 ഓൺ ഇ എന്ന് പറയേണ്ടി വരും. അപ്പോൾ നേരത്തെ ചെയ്ത അതേമാതിരി തന്നെ ജി 0 ആണെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ ഈ ജി എന്തായിരിക്കും 0 ആയിരിക്കും. 3 ഭാഗം കിട്ടി. ഇനി ഇൻ്റഗ്രൽ ജി എൻ കണ്ടുപിടിക്കുക. ഇൻ്റഗ്രൽ ജി എൻ എന്ന് പറഞ്ഞാൽ എന്താ കിട്ടുക ഇൻ്റഗ്രൽ ജി എൻ എന്ന് പറഞ്ഞാൽ മെഷറാണ്. നമുക്ക് എന്ത് കിട്ടും ഈ കൈ ഇൻഫിനിറ്റി, ഇൻഫിനിറ്റി അല്ലേ അതിൻ്റെ ലെങ്ത് ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ ഈ ജി എൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യുക ഇൻ്റഗ്രൽ ഓവർ ഈ ജി എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ജി എൻ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ ഈ ജി എൻ എന്ന് പറയുന്നത് കൈ ഓഫ് n, n+1 ആണ്. ഇത് നമുക്ക് എങ്ങനെ എഴുതാം ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ n, n+1 1 എന്ന് എഴുതാൻ പറ്റും. ഇറ്റ്സ് ഈക്വൽ ടു 1 ഇൻറ്റു മെഷർ ഓഫ് n, n+1. മെഷർ ഓഫ് n, n+1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 അല്ലേ. n+1 -1 ആണ്. n+1 -1 -n അല്ലേ. അപ്പോൾ n വെട്ടിപ്പോയി 1 ആവും. അപ്പോൾ ആൻസർ 1 കിട്ടും. അപ്പോൾ ഇൻ്റഗ്രൽ ജി എൻ 1 ആണ്. അപ്പോൾ അതിൻ്റെ ലിമിറ്റ് എന്ത് കിട്ടും 1 കിട്ടും. സോ ദ ലെഫ്റ്റ് സൈഡ് വിൽ ബി 1. നേരത്തെ അതേ പറഞ്ഞ പോലെ തന്നെ ഇൻ്റഗ്രൽ ജി എന്നിൻ്റെ ലിമിറ്റ് 1ഉം കിട്ടി. ഇൻ്റഗ്രൽ ജിയുടെ വാല്യൂ 0യും കിട്ടി. അപ്പോൾ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഓക്കെ, താങ്ക് യു.